നീ ഈ നേരത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ടതല്ലേ? ഞാനുണ്ടായിരുന്നു. ചെറിയൊരു ഗ്യാപ്പിനും കൂടി പോന്നതാ. എന്തായിരുന്നു അത്ര അത്യാവശ്യം? പിന്നെ സ്നേഹയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഓ, ഒന്ന് വന്ന് വിഷ് ചെയ്തിട്ട് പോകാൻ സ്നേഹ പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി തിരിച്ചു പോയോ? ഇല്ല, ആ 2-3 ദിവസം അവിടെ ഉണ്ടാവും. എന്നാ പിന്നെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കണ്ടാലും മതിയായിരുന്നല്ലോടാ. ഇപ്പൊ ഒന്ന് കണ്ടുപോകുന്നതിൽ എന്താ കുഴപ്പം? ഡാ, മൈഥിലി ഇവിടെ നിന്ന് പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? നിന്നോട് പറഞ്ഞത് കൂടാതെ എന്നോട് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആവർത്തിച്ച് പറയണമെങ്കിലേ നിന്റെ ഉത്തരവാദിത്തത്തിൽ സംശയം ഉണ്ടാൻ തന്നെയാ. ഇപ്പൊ നീ അത് തെളിയിക്കുകയും ചെയ്തു. ഫാദർ വെറുതെ കാര്യം മനസ്സിലാക്കാണ്ട് സംസാരിക്കരുത്. ഓ, എനിക്ക് കാര്യങ്ങൾ അറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭർത്താവ് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തിരിക്കുകയാണെങ്കിൽ അയാളെ വിളിക്കുക, വരുമോന്ന് ചോദിക്കുക, അതൊക്കെ സ്ത്രീ സഹജമായ കാര്യങ്ങളാ. പോണോ വേണ്ട എന്ന് ഭർത്താവാ തീരുമാനിക്കേണ്ടത്. വിളിച്ചിട്ടൊന്നും ചെന്നില്ലെങ്കിൽ സ്നേഹയുടെ മുഖം പാടും. പിന്നെ ബാക്കിയുള്ള സമയം മുഴുവൻ ഞാൻ അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കണ്ടേ? ഡാ, നീ അവിടെ ഒരു സീരിയസ് പേഷ്യന്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ? ഞാൻ പോകില്ല. പോകും. ഇങ്ങനെയൊക്കെ ആരംഭിക്കുന്നതാടാ അവസാനം സ്വന്തം ഡ്യൂട്ടിയിൽ പോലും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഡാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. നിനക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്ത് മാറ്റം? ഞാനിപ്പോൾ സ്നേഹയോട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്. ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അതാണോ മാറ്റം എന്ന് ഉദ്ദേശിച്ചത്? ഡാ, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്ന കാര്യം സന്തോഷമുള്ളതാ. പക്ഷേ അല്ലെങ്കിൽ വേണ്ട. അതെ, ഇതൊക്കെ നിന്നോട് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. വേണ്ട ഫാദർ, ഒളിഞ്ഞും തെളിഞ്ഞും പലരുടേന്നായി ഞാനിത് കേൾക്കുന്നു. എല്ലാവരുടെയും സംശയം ഞാൻ സ്നേഹയുടെ അടിമയായി പോകുന്നതാണല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ എനിക്കതിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. നമ്മളെ സിൻസിയറായി സ്നേഹിക്കുന്ന ഒരു അടിമയാവുന്നത് ഒരു സുഖമുള്ള കാര്യമല്ലേ? മൈഥിലി മാം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് ഫാദർ മറുപടി പറയാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോളാം. പിന്നെ എന്നിൽ ചില മാറ്റങ്ങൾ കാണുന്നുണ്ടെന്ന് ഫാദർ പറഞ്ഞില്ലേ? പക്ഷെ ഞാനും ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് ഫാദറിലും സ്നേഹയുടെ അച്ഛനിലൊക്കെ. തലമുറ വ്യത്യാസമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതത്ര നല്ലതല്ല. എന്താ ഇവൻ? ഇതെന്തിനാണ് അപ്പൂപ്പ? പണ്ട് മുതലേ നാട്ടിൻപുറത്തുള്ള ഒരു ആചാരമായത്. ദോഷം മാറാൻ വേണ്ടി ചെയ്യുന്നതാ. ദോഷം മാറാൻ വേണ്ടി മാത്രമല്ല, ഇവര് വന്ന് തെളിഞ്ഞ മനസ്സോടെ അത് ചെയ്തിട്ട് പോകുമ്പോ ഈ കുടുംബത്തിലുള്ളവരുടെ മനസ്സും അതോടെ തെളിയും. ചേച്ചിക്ക് വേണ്ടിയാണോ? അങ്ങനെയില്ല, ചേച്ചിക്ക് വേണ്ടിയാണ്, മോനും വേണ്ടിയാണ്. തൊഴുത് പ്രാർത്ഥിച്ചോ. നാഗരാജൻ മുതലായ നാഗബിംബം തുണ ചെയ്യുവാൻ നാഗമേറും വെട്ടിക്കോട്ട്. തൊഴുത് പ്രാർത്ഥിക്കും മോളെ. മോളെ, നാഗരാജൻ മുതലായ നാഗബിംബം തുണ ചെയ്യുവാൻ നാഗമേറും വെട്ടിക്കോട്ട് വണങ്ങുന്നേ.
മോളെ യാമി മോളെ അവരോട് പറയാം അമ്മ ഇപ്പൊ അവരെ പറഞ്ഞോടാം. പരിഭ്രമിക്കേണ്ട കേട്ടോ. മോൾക്ക് മനസ്സിന് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ടാ. പേടിച്ചു പോയോ? ഏയ് ഇല്ല, ഇത്തരം കാഴ്ചകളൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു. അച്ഛാ ദാ, വെച്ചോളൂ. മനസ്സറിഞ്ഞ് തന്നെ തരുന്നതാ. പെട്ടെന്ന് സുഖാവട്ടെ, ഈശ്വരന്മാർ അനുഗ്രഹിക്കട്ടെ. എന്നാ പിന്നെ ആ ആയിക്കോട്ടെ. അപ്പൂപ്പ ഇടയ്ക്ക് വെച്ച് നിർത്തിയിൽ ദോഷമുണ്ടോ? ഇല്ല മോനെ. മോളെ, പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല അച്ഛാ. ഇനി കുറച്ച് സമയം കഴിയും അവളൊന്ന് നേരാവാൻ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഇങ്ങനായി കഴിയുമ്പോ ഒന്നും ഉൾവലിഞ്ഞു പോവും. ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ഒച്ച വെക്കുമ്പോ ചേച്ചിയെ കണ്ട പേടിയാവും. കുറെ കഴിയുമ്പോ ചേച്ചി കരയും ചെയ്യും. എല്ലാം ശരിയാവും മോൻ ചെല്ലേ. ആവണി, ആവണി, ഇതെന്തിനാണ് ഈ ഡോറ് ക്ലോസ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ. അത് ഞാൻ അറിയാതെ ക്ലോസ് ചെയ്തു പോയതാ. പഠിക്കായിരുന്നപ്പോ. പഠിക്കായിരുന്നോ നീ? അതെ ചേച്ചി. എന്നിട്ട് ബുക്സ് ഒന്നും കാണാനില്ലല്ലോ. അത് ഞാൻ എടുത്തു വച്ചു. ഫോണ് ഹീറ്റ് ആയിരിക്കുകയാണല്ലോ. ഇതിന് വല്ല കംപ്ലൈന്റും ഉണ്ടോ? ഇല്ല. അല്ല, നീ പഠിക്കായിരുന്നെങ്കിൽ ഫോൺ എങ്ങനെ ചൂടായിരുന്നേ? എന്തിനടി കള്ളം പറയുന്നേ? ഇതൊക്കെ നോക്കാനോ അറിയാനോ ഉള്ള വിവരം എനിക്കില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഇന്ന് ക്ലാസ് അവധിയാ. ഒരുപാട് പഠിക്കാനുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞത് ആരാ? നീ തന്നെയാ. എന്നിട്ട് ഈ നേരം വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ഞങ്ങള് കുട്ടികളെല്ലാരും കൂടി ഗ്രൂപ്പ് സ്റ്റഡി. ഗ്രൂപ്പ് സ്റ്റഡി ഇത് നടക്കും നിന്റെ അമ്മയുടെ അടുത്ത്. ഞാൻ ഈ കോളേജ് പഠനവും കമ്പൈൻ സ്റ്റഡിയൊക്കെ കഴിഞ്ഞിട്ടാ ഇവിടം വരെ എത്തിയത്. എന്തിനാടി നീ ഇങ്ങനെ സമയം കളയുന്നേ? ഫോൺ പുതിയതായിട്ട് കൈ കിട്ടുമ്പോ കുറച്ചധികം സമയം അതിൽ ചെലവഴിക്കാനൊക്കെ തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതി മുഴുവൻ സമയം അതിൽ കുത്തിയിരിക്കാന്ന് നീ കരുതണ്ട. 10-16 വയസ്സല്ല നിനക്ക്. എംഎക്ക് പഠിക്കുന്ന കുട്ടിയാ. സ്വന്തം വിദ്യാഭ്യാസ കാര്യത്തിൽ സീരിയസ്നെസ് കാണിക്കണം. അത് വിട്ട് ചിന്തിച്ചാലുണ്ടല്ലോ, നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്താ മതി. നിനക്ക് പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ല. സോറി ചേച്ചി. അങ്ങനൊരു എക്സ്ക്യൂസ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാനത് കൂടെ കൂടെ നിന്നോട് ചോദിക്കുമ്പോ നിനക്കൊരുപക്ഷെ ഇറിറ്റേഷൻ തോന്നാം. ഇവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലേന്നും തോന്നാം. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. പതുക്കെ ചിന്തിച്ചു തുടങ്ങിക്കോളും. സ്വാതന്ത്ര്യമാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊട്ടും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കുട്ടിയാണെന്ന് പറയുന്നത് ഒരലങ്കാരമായിട്ടാ ഇപ്പൊ എല്ലാരും കാണുന്നത്. മോളെ, നിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാ ഞാൻ ഇത്രയ്ക്ക് നിന്നെ കെയർ ചെയ്യുന്നത്. വേണ്ട, കൂടുതൽ എന്തെങ്കിലും സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ നിന്നെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതെടുത്ത് മാറ്റി വെച്ചിട്ടെ പഠിക്കാനുള്ളത് പഠിക്കാൻ നോക്ക്. അല്ലാതെ വീണ്ടും ഇതിനകത്ത് തല പൂഴ്ത്തിയിരിക്കുന്നത് കണ്ടാലേ എനിക്ക് എന്റെ നിയന്ത്രണം വിടും. കേട്ടല്ലോ? കുടിക്കാൻ എന്തെങ്കിലും വേണോ നിനക്ക്? വേണ്ട. എന്നായിരുന്നു പഠിക്ക്.
പഠിക്കാനുള്ളത് പഠിച്ചതിന് ശേഷം നീ എന്താന്ന് വെച്ചാ ചെയ്തോ. മോളെന്തിനാ ബഹളം വെച്ച്? പേടിച്ചു പോയോ മോള്? സിറ്റിയിൽ താമസിക്കുമ്പോ ഇതൊന്നും നമ്മൾ കാണാത്തോണ്ടാ മോളെ. ആ അമ്മ ഫോണിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഇഷ്ടായില്ലേ മോൾക്ക്? അപ്പൂപ്പന്റെ നാട് ഇഷ്ടായില്ലേ? കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി. എന്തൊക്കെയോ എന്റെ നേർക്ക് വരുന്ന പോലെ തോന്നി. അതുകൊണ്ടാ. ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പൂപ്പൻ മോളെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നോണ്ടാ ടെൻഷനായത്. അപ്പൂപ്പനോട് ഞാൻ സോറി പറയാം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പൂപ്പൻ നിങ്ങളുടെ സ്വന്തം അപ്പൂപ്പനല്ലേ. മോൾക്ക് കിടക്കണോ? വേണ്ട. ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ ജനലിലൂടെ കാണുന്നതിലും ഭംഗിയാ പുറത്തിറങ്ങി അടുത്ത് കാണുന്നത്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇറങ്ങി നടക്കാലോ. യദുവിനെയും കൂട്ടിക്കോ. വേണമെങ്കിൽ അപ്പൂപ്പനും വരും. വേണ്ട, ഇവിടെ ഇരുന്ന് കണ്ടാ മതി. ആ ഇവിടെ ഇരിക്കുകയായിരുന്നു രണ്ടാളും. എന്റെ കുട്ടിക്ക് പെട്ടെന്ന് പേടി തട്ടിപ്പോയതാ അച്ഛാ. അപ്പൂപ്പനോട് സോറി പറയണോന്ന് എന്നോട് ചോദിച്ചതേ ഉള്ളൂ. ഇതൊക്കെ യാമിമോളുടെ ഒരു കുറുമ്പല്ലേ. പേരക്കുട്ടികളുടെ കുറുമ്പ് ഇഷ്ടമല്ലാത്ത ഏത് അപ്പൂപ്പനാ ഉള്ളത്? അപ്പൂപ്പനത് അപ്പൊ തന്നെ വിട്ടില്ലേ? സോറി. ആ എന്നാ പിന്നെ ആയിക്കോട്ടെ. അവളിവിടെ ഇരുന്നോട്ടെ അച്ഛാ. അച്ഛൻ വാ. കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. അച്ഛൻ കണ്ടില്ലേ, ചെയ്തു പോയതിലും നല്ല വിഷമമുണ്ട്. എന്നാൽ ചെയ്യാതിരിക്കാൻ പറ്റുന്നുമില്ല. ജനല് തുറന്നിട്ട് കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. എന്നാ ഇറങ്ങി നടക്കാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. എന്തായാലും യാമിമോളൊന്ന് സംസാരിച്ചപ്പോ ആശ്വാസമായി. ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചുപോയി. ഇതിനേക്കാളും കൂടുതലായിരുന്നു അവള് ചില നേരത്ത്. അപ്പൊ അവളെ പിടിച്ചാൽ പോലും കിട്ടില്ല. അവള് മാറും അച്ഛാ. ഇവിടുന്ന് അവള് നല്ല മനസ്സോടെ തിരിച്ചു വരും. നിർബന്ധിച്ച് എല്ലായിടത്തും കൊണ്ടുപോകണം. അമ്പലത്തിലും പാടത്തും പറമ്പിലും കുളത്തിന്റെ കരയിലും കായലിന്റെ അരിയത്തും ഒക്കെ. പതുക്കെ പതുക്കെ മാറും മോളെ. ഒരുത്തം തോപ്പിച്ചു കളഞ്ഞെന്ന് കരുതി എല്ലാരും കൂടി കണ്ണടക്കില്ല നിനക്കെതിരെ. ആ ഗോപി, എന്തൊക്കെയാ? ഡോക്ടറെ വെച്ച് വന്നു കേട്ടു. അപ്പൊ ഒന്ന് കേറാതെങ്ങനെയാ? സുഖാണോ ഗോപി? അതെ. അനിയത്തി ഇപ്പൊ എവിടെയുണ്ട്? പ്രിയാന്നല്ലേ അവളുടെ പേര്? മറന്നിട്ടില്ലല്ലേ? അവളെ കെട്ടിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലേക്കാ. സുഖമാണ്. ചെറുക്കന് നല്ലവനാ. ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നിട്ട് പോവും. മോളെ, പണ്ട് നീ കണ്ടിരുന്ന ഗോപിയൊന്നും അല്ല ഇപ്പൊ ഇവൻ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാ വളഞ്ഞു കിടക്കുന്ന സകല പാടങ്ങളും ഇവന്റെയാ. അയ്യോ, വാങ്ങിച്ചൊന്നുമല്ല ചേച്ചി. കൃഷി ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാ. ചിലപ്പോ കിട്ടും, ചിലപ്പോ പോവും. ഇതങ്ങോട്ട് പിടിച്ചേ. ഇത് ഇങ്ങോട്ടേക്കായിരുന്നോടാ? പിന്നല്ലാതെ. ചേച്ചി ടൗണിൽ നിന്ന് ഇത്രയും ദൂരം വരുമ്പം എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ? ആ പിന്നെ ചേച്ചി, പച്ചക്കറി സാധനങ്ങളൊന്നും ഒരുപാട് വാങ്ങിക്കാൻ നിൽക്കണ്ട കേട്ടോ. നാളെ നമ്മുടെ പാടത്ത് വിളവെടുപ്പുണ്ട്. അത് കഴിയുമ്പോ ഞാനിങ്ങോട്ട് എത്തിക്കാം. എന്നാ പൊയ്ക്കോട്ടെ. പോട്ടെ. അയ്യോ, പൈസ എടുത്തിട്ട് വരാം. ആ, കാശിന് കൊല വയ്ക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? ഇതെന്റെ ഡോക്ടർ ചേച്ചിക്കും കൊച്ചുങ്ങൾക്കും വേണ്ടിയാ. അപ്പൊ ഞാൻ ഇറങ്ങാണേ. ശരി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേ പാടത്ത് നിന്ന് വിളിച്ചു ചോദിക്കും, അത് വേണോ ഇത് വേണോ എന്നൊക്കെ. ഞാനൊന്നും വാങ്ങില്ല. ഇനിയിപ്പോ അവന്റെ മേളമായിരിക്കും ഇവിടെ. ഞാൻ ഇങ്ങോട്ട് ഇതൊക്കെ ഉണ്ടെന്ന് കെട്ടി തൂക്കണം. നാളെ ആകുമ്പോ നന്നായിട്ട് പഴുക്കും. നല്ല മധുരവും കാണും. വാ.
മൈഥിലി പോയത് സാരംഗിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനെ ചൊല്ലി ഓഫീസിൽ ഇന്നൊരു സംസാരം ഉണ്ടായി. ആ സ്ത്രീക്ക് എന്റെ മുമ്പിൽ അത് പെർഫോം ചെയ്താലല്ലേ സമാധാനം കിട്ടൂ. എന്നിട്ട് രഞ്ജിത്തൊന്നും പറഞ്ഞില്ലേ? അവരെന്റെ ബോസ് ആണല്ലോ. തിരിച്ചൊന്നും പറയരുതെന്ന് ഞാൻ പലതവണ ആലോചിക്കും. പക്ഷെ പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാം മറന്ന് ഞാൻ സംസാരിക്കും. അപ്പൊ സാരംഗ് ഇടപെട്ട് കാണുമല്ലോ. പിന്നില്ലാതെ അങ്ങനെ തന്നെ സംഭവിച്ചു. പിന്നെ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അയാൾക്കുള്ളിലൊരു ബോധമുള്ളതുകൊണ്ട് ഒരു ചമ്മലുണ്ട് സംസാരിക്കാൻ. സത്യം പറഞ്ഞ ഇവരുടെയൊക്കെ പേരില് ക്രിമിനൽ കുറ്റത്തിന് കേസ് എടുക്കുക വേണ്ടത്. മര്യാദക്കിരുന്നൊരു പെൺകുട്ടിയെ കൊണ്ടുപോയി മാനസിക നില പോലും തെറ്റിച്ച് കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു വേണ്ട. ഇതിന്റെ പേരിൽ താൻ ആവേശം കൊള്ളണ്ട. ഓഫീസിൽ നടന്ന കാര്യം അവിടെ കഴിഞ്ഞു. മൈഥിലി എന്തായാലും പോയല്ലോ. ബാക്കി കാര്യങ്ങൾ മൈഥിലി നോക്കിക്കോളും. ആ, കണ്ടില്ലല്ലോ എന്ന് കരുതി ഇരിക്കായിരുന്നു. എന്താണ് ചേച്ചി പറഞ്ഞതുപോലെ ഫുൾ ടൈം ഫോണിൽ തന്നെയാണോ? എന്തായത്? എനിക്കിത് വേണ്ട. അത് പറ്റി? എനിക്ക് പഠിക്കാനുണ്ട്. ഇത് കയ്യിലിരുന്ന ഇടയ്ക്കിടത്ത് നോക്കിപ്പോവും. ഫോണിന്റെ ഉപയോഗം സ്വയം നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇതില്ലെങ്കിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാ. വേണ്ട ഏട്ടാ, ഏട്ടനിത് വെച്ചോളൂ. ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്നില്ല. ഇതൊരു തരം വാശിയാ. ഇന്ന് ഫോണിൽ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോ ഞാൻ കുറച്ച് സംസാരിച്ചിരുന്നു. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണല്ലോ ഇത് വേണ്ടെന്ന് പറയുന്നത്. ചേച്ചി വഴക്ക് പറഞ്ഞോണ്ടൊന്നുമല്ല, വേണ്ടാന്ന് തോന്നിയോണ്ട് തന്നെയാ. ആവണി, നീ എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തെ? ഈ ഫോൺ എടുത്തോണ്ട് പോ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നീ ചെല്ല്. അനാമിക, എന്താ ഇത്? രഞ്ജിത്ത് മിണ്ടാതിരിക്കെ. ഇവളുടെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ചോദിക്കും, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അതിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ വകവെച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഇനി നീ ഇത് തിരക്കി വരില്ലല്ലോ? ഇല്ല. ഇനി ഇതവൾക്ക് വേണ്ടല്ലോ. അപ്പൊ എടുത്ത് പൂട്ടി വെച്ചേക്കാം. താൻ എന്താ ഈ കാണിക്കുന്നത്? അവിടെ ഇരുന്നേ. ഇരിക്കടോ. അവൾ ഈ കാണിച്ചത് ശരിയാണെന്ന് രഞ്ജിത്തിന് തോന്നുന്നുണ്ടോ? ശരിയല്ല. ഇതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ നടന്ന കാര്യങ്ങൾ ശരിയാണോന്നും എനിക്കറിയില്ല. ഇന്ന് അവധിയാ. അവൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോ പഠിക്കല്ല, മൊബൈലില്ല. അതുപോലും ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ? കെയർ വേണം. ഞാനും താനും കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളെ കൈകാര്യം ചെയ്തിരുന്ന രീതിയിൽ ഇന്നത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? രഞ്ജിത്ത് എന്താ കരുതുന്നേ? എനിക്ക് ഈ കാലത്തിനോട് പൊരുത്തപ്പെടാൻ പറ്റില്ലെന്നാണോ? ചുറ്റുപാട് നടക്കുന്നൊന്നും എനിക്കറിയില്ലെന്നാണോ? എടോ, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? കാലം മാറി, കുട്ടികൾ മാറി. അവരെ നമ്മളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ മാറിയിരിക്കുന്നത് കൊണ്ടാ നിത്യേന ഓരോ കഥകൾ കേൾക്കേണ്ടി വരുന്നത്. എനിക്കിപ്പോ എന്തായാലും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു കോളേജ് സ്റ്റുഡന്റ് ആവാൻ പറ്റില്ല. ഒരു വീട്ടമ്മയാവാനേ പറ്റൂ. അതിന്റെ പരിമിതികളിൽ നിന്ന് ചിന്തിക്കാനേ പറ്റൂ. അതവൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ മനസ്സിലാക്കണ്ട.